നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് മണ്ഡല ആർട്ടാണ്. പലർക്കും അറിയായിരിക്കും, എന്നാൽ പലർക്കും അറിയാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് ഈ ആർട്ടിനെ കുറിച്ച് പറഞ്ഞു തരുന്നതിനും അതുപോലെ തന്നെ അറിയുന്നവർക്ക് ഈ ആർട്ടിലുള്ള പുതിയ സാധ്യതകളെ കുറിച്ചിട്ട് പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. പുതിയ സാധ്യത എന്ന് പറയുന്നത് നമ്മളിതിപ്പോൾ പേപ്പറിലും അങ്ങനത്തെ കുറേ ഇതിലാണ് കണ്ടിരിക്കുന്നത്. നമുക്കിതൊരു കോസ്റ്റ്യൂമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടാവും എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മളിപ്പോൾ ഒരു സിൽക്ക്, അതായത് ടിഷ്യൂ സിൽക്കിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് ഏകദേശം ഒരു ക്രോപ്പ് ടോപ്പിലാണ് നമ്മൾ ഫസ്റ്റ് പരീക്ഷിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് വീഡിയോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മണ്ഡല ആർട്ട് ഉപയോഗിച്ചിട്ട് ഞാനൊരു ക്രോപ്പ് ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് അവിടെ ഞാൻ ടിഷ്യൂ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം എങ്ങനെയാണ് മോഡൽ വരയ്ക്കുന്നത് എന്നുള്ളൊരു സ്കെച്ചാണ് ഞാനിവിടെ വരച്ച് കാണിക്കുന്നത്. ബോട്ട് നെക്കോട് കൂടിയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ്, പ്രിൻസസ് കട്ടിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സ്കേർട്ട് ഓൾറെഡി നൈഫ് ഫ്ലീറ്റ് ആയിട്ടുള്ള സ്കേർട്ട് ആണ് നമ്മൾ ഇതിനായിട്ട് പ്രിഫർ ചെയ്തിരിക്കുന്നത്. മണ്ഡല ആർട്ടിനെ കുറിച്ചിട്ട് പലർക്കും അറിയാത്തവരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ ആർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മണ്ഡല ആർട്ടിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ജീവിതം ഒരിക്കലും അവസാനിക്കില്ല, അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു തീമാണ് വരുന്നത്. ബേസിക്കായിട്ട് മണ്ഡല എന്ന് പറയുമ്പോൾ വൃത്തം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. പലരും കണ്ടിട്ടുണ്ടാവും, മൊത്തം വൃത്തത്തിൻ്റെ ഒരു ബേസായിട്ടായിരിക്കും ഈ പിക്ചർ മൊത്തം പോകുന്നത്. ഒരു സെൻറ്റർ പോയിന്റ് കണ്ടിട്ട് അതിൻ്റെ ഒരു ബേസ് വെച്ചിട്ടായിരിക്കും ബാക്കി എല്ലാതും പോകുന്ന വൃത്തങ്ങൾ. അതിൽ കുറേ നമുക്ക് ബേസ് ആയിട്ടുള്ള വൃത്തങ്ങൾ മാത്രമായിരിക്കും വയ്ക്കുക, ബാക്കിയെല്ലാം ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുകയാണ് ചെയ്യുക. നമ്മളതിനായിട്ട് ടിഷ്യൂ ഫാബ്രിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടിഷ്യൂ ഫാബ്രിക്കിൽ നമ്മൾ ഏകദേശം ക്രോപ്പ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിലത്തെ ഒരു ലെങ്ത്ത് നോക്കി കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കിത് ഡ്രസ്സ് ചെയ്തതിന് ശേഷം വരയ്ക്കാൻ പറ്റില്ല, കാരണം ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഞാൻ മിക്സിങ് ചെയ്യാണ് കളറ്. കുറച്ച് നാച്ചുറൽ കളേഴ്സിനെ മിക്സ് ചെയ്തിട്ടൊരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ സ്കേർട്ട് വരുന്നത് ബ്ലൂ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തമ്മിൽ കണ്ടാവും ബ്ലൂ ആണ് സ്കേർട്ട്. അപ്പോൾ അതിനെ കോമ്പിനേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു കളർ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ട് വരയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ടോപ്പിൻ്റെ ഒരു പാതി ഭാഗം, അതായത് ഒരു പാതി ഭാഗം എന്ന് പറയുന്നത് ഒരു കൈവശം മുതലേ ഒരു അടിവശത്തിലേക്ക് ഇങ്ങനെ ഒരു കോണാകൃതിയിലാണ് ഈ ഡിസൈൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റെഡി ആയിട്ടുള്ള മെഷർമെൻറ്റ് വരയ്ക്കാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഏകദേശം എന്തോരം അളവിൽ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ വരയ്ക്കണം എന്നുള്ളതിനുള്ള ഒരു കാൽക്കുലേഷൻ ഫസ്റ്റ് നടത്താണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഏകദേശം ഈ ഒരു കോണാകൃതിയിലാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു കോണാകൃതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കാൻ പോണത്. നമ്മുടെ ആ കയ്യിൽ എല്ലാവരുടെ കയ്യിലും കോമ്പസ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു വൃത്തമാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന്. അപ്പോൾ നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മെയിൻ ഐറ്റം. കോമ്പസ് ഉപയോഗിച്ചിട്ട് വൃത്തങ്ങൾ വരയ്ക്കാൻ ചെയ്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കളർ പെൻസിലുകളാണ്. ഏകദേശം ഒരു ലൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്, അതായത് അധികം കാണാത്ത രീതിയിൽ നമുക്ക് ഈ വരയുടെ മുകളിൽ കൂടെ ഓൾറെഡി നമ്മൾ പെയിൻറ്റ് ഉപയോഗിച്ച് വരയ്ക്കും. അപ്പോൾ വൃത്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഡ്രസ്സ് ഏതൊക്കെ ഭാഗത്ത് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ സൈഡിലേക്ക് നമുക്ക് ആവശ്യമില്ല, അവിടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന അലവൻസിലേക്ക് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ വൃത്തങ്ങൾ മാത്രമാണ് വരച്ചിരുന്നത്, ബാക്കിയുള്ളത് നമ്മൾ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. മണ്ഡല ആർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും കണ്ടിട്ടുണ്ടാവാം മതാനുഷ്ഠാനങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നമ്മുടെ ഏതൊരു കാര്യം എടുത്താലും നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി നമ്മൾ കലങ്കാരി ഡിസൈനുള്ള ടോപ്പുകളൊക്കെ കണ്ടാവും. ഈ ഈക്വലായിട്ടുള്ള കളേഴ്സ് അല്ല, അല്ലാണ്ട് ഡിസൈൻ വർക്കായിട്ടുള്ള കലങ്കാരി ഫാബ്രിക്കിലൊക്കെ വൃത്താകൃതിയിൽ കുറേ ഡിസൈൻസ് കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ ഏകദേശം ഈ ഒരു ആർട്ടിൻ്റെ ഫോം തന്നെയാണ് വരുന്നത്.
അതിലിപ്പോൾ കലങ്കാരി എന്ന് പറയുന്നതുള്ളൂ, പക്ഷേ അതിലും വരുന്നുണ്ട്. മെയിനായിട്ട് ഇതിൽ വൃത്തം, അതേപോലെ തന്നെ ചതുരം, ട്രയാങ്കിള്, അങ്ങനത്തെ കുറേ നമ്മുടെ ജോമെട്രിക്കൽ പാറ്റേൺസ് ആണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. നമ്മുടെ സ്കേർട്ടിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ആ ബ്ലൂ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂവിൻ്റെ ഒപ്പം ഗ്രീനും അതേമാതിരി തന്നെ ബ്രൗൺ ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു കളർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്തിരി വൈറ്റ് എടുക്കുന്നുണ്ട്, കാരണം അതിൻ്റെ ഡെപ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം ബ്ലൂവും ഗ്രീനും ചേരുമ്പോൾ അതിൽ ഷെയ്ഡ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വേറെ കളറിലേക്ക് മാറ്റാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഒരു കളർ എടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് അതിനെ ലൈറ്റ് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ കളറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഡയറക്റ്റ് കളർ യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സംതിങ് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് വെറൈറ്റിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നാച്ചുറൽ കളേഴ്സൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഫുള്ള് മിക്സ് ചെയ്യുന്നില്ല, ഷെയ്ഡ് ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ട് ഞാൻ പാതി മിക്സ് ചെയ്യാണ്ട് റൺ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ബേസ് കളർ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ആർട്ടിൻ്റെ പ്രത്യേകത ഏത് പ്രായക്കാർക്കും നമുക്ക് വരയ്ക്കാം എന്നുള്ളതാണ്. വയസ്സായവർക്കും ആയിക്കോട്ടെ, അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കായിക്കോട്ടെ, എല്ലാവർക്കും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ് ആർട്ടാണ്. ഞാനിപ്പോൾ ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. നമുക്ക് ഫ്രെയിം ഇല്ലാണ്ടും വരയ്ക്കാം. ഞാനിപ്പോൾ ഫ്രെയിം ഉപയോഗിച്ച് വരയ്ക്കുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ തന്നെ ഫ്രെയിം ഇല്ലാണ്ട് വരയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഈസിയെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. നമ്മൾ ഏറ്റവും കനം കുറഞ്ഞ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. കാരണം അധികം പോയിൻറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ വരയ്ക്കും കനം കൂടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് നേരമായിട്ടുള്ള പോയിൻറ്റിൽ വേണം വരയ്ക്കാൻ. പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ആവശ്യത്തിന് പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് വരയ്ക്കാൻ ശ്രമിക്കാം. നമ്മൾ വൃത്തം ഇപ്പോൾ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്ന് സൂക്ഷിക്കുക. കാരണം ഒരു തുണ്ട് പെയിൻറ്റ് പോയാൽ പോലും പിന്നെ ആ ഫാബ്രിക് വേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി നമ്മൾ ആദ്യം ഓൾറെഡി ബുക്കിലൊക്കെ നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക ഫസ്റ്റ്. അതിനുശേഷം നമുക്ക് ഫാബ്രിക്കിലേക്ക് കിടക്കാം. കാരണം ബുക്കിലൊക്കെ ആകുമ്പോൾ നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് സ്കെച്ചിനെ കോമ്പസിലേക്ക് കയറ്റിയിട്ട് വൃത്തമൊക്കെ വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് ബ്രഷ് ആയ കാരണം നമുക്ക് ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഫാബ്രിക്കിൽ വരയ്ക്കാൻ പറ്റുന്ന ആ ഫാബ്രിക് പെയിൻ്റ് ആയിട്ടുള്ള സ്കെച്ചുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കോമ്പസിൽ കൊള്ളില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ബ്രഷുകൾ കിട്ടാൻ ചാൻസസ് ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ അല്ലാത്ത കാരണം നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ക്ഷമ ആവശ്യമുള്ളൊരു ഇതാണ് ഈ ഒരു ആർട്ട് ചെയ്യുന്നതിൻ്റെ. ഈ ആർട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതും ഈ ഒരു ഗുണങ്ങളാണ്. നമുക്ക് ഇത് വരയ്ക്കുന്നതിലൂടെ അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ, അതേപോലെ തന്നെ ക്ഷമ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. കാരണം നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് വരച്ചാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ഗുഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ തെറ്റാണ്ട് വരയ്ക്കണം. പെൻസിൽ ഉപയോഗിച്ചൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ മായ്ച്ച് കളയാൻ പറ്റും. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് മായ്ച്ച് കളയാൻ പറ്റില്ല. ഇൻ കേസ് തെറ്റിയാലും നമുക്ക് വേറെ കളർ ഉപയോഗിച്ചിട്ട് അത് മായ്ക്കാം എന്ന് വിചാരിച്ചാലും അതിൻ്റെ ആ ഫിനിഷിങ് പോവും. ഇതിൻ്റെ കോൺസെപ്റ്റ് ഇനിയും കൂടുതലായിട്ട് വ്യക്തമാവണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത്തപ്പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്തപ്പൂക്കളത്തിൽ ബേസായിട്ട് നമുക്കൊരു സെൻറ്റർ പോയിൻ്റിൽ നിന്നുള്ള വൃത്തങ്ങളാണ് വരുന്നത്. ആ വൃത്തത്തിൽ നിന്നാണ് നമ്മൾ ഡിസൈനുകൾ ക്രിയേറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസൈൻ സിമ്പിളായിട്ട് നമുക്ക് വരച്ചു തീർക്കാൻ പറ്റും. ആ
കോൺസെപ്റ്റ് വെച്ചിട്ട് ട്രയാങ്കിളും ജോമെട്രിക്കൽ പാറ്റേൺസും ഒക്കെ നമ്മളൊന്ന് മനസ്സിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഓരോ ഡിസൈനും നമുക്ക് വരച്ചു തീർക്കാൻ സാധിക്കും. അത്തപ്പൂക്കളത്തിൽ തന്നെ നമുക്ക് 10 ഡേയ്സിൽ ഒരു ദിവസം നമുക്ക് മൂലക്കളാണ് വരുന്നത്. അപ്പോൾ ആ മൂലക്കളത്തിലത്തെ ആ ഒരു കോൺസെപ്റ്റും നമുക്കിതിൽ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ പലരും മറ്റേ പല ആർട്ടുകളിലും പല മോഡലും വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഡിസൈനുകൾ ഫില്ല് ചെയ്ത് വരയ്ക്കുന്നതുണ്ട്. ഈ മണ്ഡല ആർട്ടിൻ്റെ തന്നെ കൺവേർട്ടായി പോയിട്ടുള്ള കുറേ ആർട്ടുകളാണ് വരുന്നത്. അത് ഇപ്പം നിങ്ങൾക്ക് കാണുന്നവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് മണ്ഡല ആർട്ട് എന്നുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തുടർന്നും വീഡിയോകൾ പുതിയ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ വീഡിയോകൾ കാണുന്നതിനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ ആർട്ടിനെ കുറിച്ചിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ആൻസറുകൾ കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പോൾ പലരും ഇതിപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇനി ഇത് ആരും അങ്ങനെ ഫാബ്രിക്കിൽ അല്ലെങ്കിൽ കോസ്റ്റ്യൂമിൽ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയ എക്സ്പീരിയൻസ് ആണ്. ഇത് ആർക്കും അങ്ങനെ അത്ര ഇത് ആർട്ട് ഫാബ്രിക്കിലായിട്ട് എല്ലാവരും അങ്ങനെ കണ്ടുവന്ന് വരില്ല. ചിലപ്പോൾ കണ്ടുള്ളവരുണ്ടായിരിക്കാം, പക്ഷേ ഇത് എൻ്റെ ഒരു വ്യൂ ലെവൽ വെച്ചിട്ട് ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാലും എനിക്കിത് ചെയ്തപ്പോൾ വളരെയധികം സാറ്റിസ്ഫാക്ഷനും അതേപോലെ തന്നെ ഒരു ചെയ്തപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ഫുൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. നിങ്ങളും ഇത് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഫാബ്രിക് ഇപ്പോൾ ഞാനിപ്പോൾ ടിഷ്യൂലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ ഒന്ന് പ്ലെയിൻ ആയിട്ട് വരച്ച് നോക്കാം. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ബാഗൊക്കെ തയ്ക്കുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ ഈ ആർട്ട് വരച്ചിട്ട് ചെയ്യാം. അതേമാതിരി തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെൻറ്ററിൽ ഡിസൈൻ വരച്ചിട്ട് ആ സെൻറ്റർ പോർഷൻ വിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പേരെഴുതാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും കിട്ടും. ഇപ്പോൾ ഡ്രീം ക്യാച്ചേഴ്സ് വരയ്ക്കുന്നവർക്കായാലും ഇത് അറിയുമായിരിക്കും. കാരണം നമുക്ക് വോളിലൊക്കെ വരയ്ക്കാൻ പറ്റുന്ന കുറേ ഡിസൈനുകൾ നമ്മൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ പലരും ഇത് വരച്ചിട്ടുണ്ടാവും മുന്നേ. അപ്പോൾ അവർക്ക് എന്താണ് ഇത് മണ്ഡല ആർട്ടാണെന്നുള്ളത് ഇപ്പോഴായിരിക്കും പലരും അറിയുന്നുണ്ടാവുക. അപ്പോൾ അവർക്കും ഇതൊരു ഹെൽപ്ഫുള്ളായിരിക്കും ഈ വീഡിയോ. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു സർക്കിൾ ഫിനിഷ് ആവാറായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരുവിധം ഇങ്ങനെ ഹാഫ് സർക്കിളായിട്ടും അങ്ങനെ ഏകദേശം ഇങ്ങനെ മേലേക്ക് എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ അവിടെ വരച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫില്ല് ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു സർക്കിൾ നമുക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഇവിടെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അത് ഫ്രെയിംലെസ് ആയിട്ട് ഫ്രെയിം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. ഇനി ഫ്രെയിംലെസ് ആയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളിങ്ങനെ വരച്ചു തുടങ്ങി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഡിസൈന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓരോ ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ വരച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇങ്ങനെ ഓരോ ഡിസൈനും ക്രിയേറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് ജസ്റ്റ് പകർത്താണ് ഞാൻ ചെയ്തിരുന്നത്. മെയിനായിട്ട് കോൺസെപ്റ്റ് വരുന്നത് വൃത്തം എന്നുള്ളതാണ്. അപ്പോൾ ആ വൃത്തത്തിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡിസൈനുകൾ നമ്മളിങ്ങനെ വരച്ചു പോവാണ് ചെയ്യുന്നത്. പെയിൻറ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം എൻ്റെ കുറച്ചൊന്ന് ജസ്റ്റ് ബൈ ചാൻസ് മിസ്സിങ്ങിന് പോയി. അപ്പോൾ എല്ലാവരും ബ്രഷ് ഉപയോഗിച്ചിട്ട് പെയിൻറ് ചെയ്യുമ്പോൾ ബാക്കി ഭാഗങ്ങളിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ രണ്ടാമത്തെ വൃത്തം ഏകദേശം വരച്ച് തീരാറായി.
അപ്പോൾ നമ്മളിപ്പോൾ സൈഡ് പോർഷനിൽ നമുക്ക് സ്റ്റിച്ചിങ് വരാത്ത ഭാഗത്ത് നമ്മൾ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വരച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വരച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, ചോയ്സ് അനുസരിച്ച് നമുക്ക് വരയ്ക്കാം, വരയ്ക്കാതിരിക്കാതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഈ മണ്ഡല ആർട്ടിൻ്റെ പ്രത്യേകത നമുക്ക് ഓൾറെഡി ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഓരോ ഡിസൈനുകൾ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യുക എന്നാണ് ഈ ഒരു ആർട്ടിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഓണം ഫെസ്റ്റിവൽ വരാണ്. അപ്പോൾ ഈ ഒരു ആർട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം ഫെസ്റ്റിവലിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ആർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വൃത്തം, അതേപോലെ തന്നെ ഡിസൈനുകൾ ഒക്കെ നമുക്ക് ഓണത്തിൽ അത്തപ്പൂക്കളം, അതേപോലെ തന്നെ പൂക്കളം, ഓരോ ദിവസത്തെ പൂക്കളം വരയ്ക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് ശേഷം ഇത് മണ്ഡല ആർട്ടാണോ എന്നൊരു സംശയം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 3-4 മണിക്കൂറൊക്കെ എടുക്കും നമുക്ക് ഈ ഫുള്ള് ചിത്രമൊക്കെ വരച്ച് തീർക്കണമെങ്കിൽ. ഒരു വൃത്തം വരയ്ക്കണമെങ്കിൽ നമ്മൾ വരയ്ക്കണതിൻ്റെ ഒരു പെർഫെക്ഷൻ വെച്ചിരിക്കും നമ്മുടെ ടൈം. ആക്ച്വലി കുറേ സമയം എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ കുറേ സമയമൊക്കെ എടുക്കുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം സമയം ചിലവഴിച്ചതിനൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷനായിരിക്കും നമുക്ക് കിട്ടുക. പറഞ്ഞു ഇപ്പോൾ ഏത് പ്രായക്കാർക്കും ഇത് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് സാരിയുടെ ബോർഡറിലൊക്കെ സർക്കിളായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു 5 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റി ഐഡിയ ആയിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ക്രോപ്പ് ടോപ്പിൽ ചെയ്തതെന്നുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് സാരിയിൽ ചെയ്യാം, അതിൽ തന്നെ പ്ലെയിൻ സാരി എടുത്തിട്ട് പ്ലെയിൻ സാരിയിൽ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജെൻസിൻ്റെ ഷർട്ടിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണിച്ചെങ്കിൽ ഏതെങ്കിലും പിക്ചർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് കാണിച്ചെങ്കിൽ ബട്ടർഫ്ലൈ, അതേപോലെ തന്നെ ഇപ്പോൾ ബുദ്ധനാണെച്ചെങ്കിൽ ബുദ്ധൻ്റെ ചിത്രം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡിസൈൻസ് ഫില്ല് ചെയ്യാം. ഈ ബുദ്ധൻ്റെ ഹെയർ വരയ്ക്കുന്നതിൽ തന്നെ ഈ ഒരു മണ്ഡല ആർട്ടിൻ്റെ പ്രത്യേകത കിടക്കുന്നുണ്ട്. ആ ഒരു ഹെയർ വരയ്ക്കുന്നതിൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വോളിലായാലും ഇങ്ങനൊരു പിക്ചർ വരച്ചിടാം. ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പറയുക ഐഡിയ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ആർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നും നമ്മുടെ വീഡിയോ കാണുന്നതിനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇങ്ങനത്തെ രസകരമായിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മണ്ഡല ആർട്ടിനെ കുറിച്ചിട്ട് അറിയാത്തവർക്കും അറിയുന്നവർക്കുമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്തത്. മണ്ഡല ആർട്ടിൽ പുതിയൊരു ഇന്നോവേഷൻ വരുത്താനാണ് ഞാൻ ട്രൈ ചെയ്തത്. ഫാബ്രിക്കിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ തന്നെ ക്രോപ്പ് ടോപ്പ്. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് ക്രോപ്പ് ടോപ്പിൽ പരീക്ഷിച്ച് നോക്കി. നമുക്ക് സാരീസ് അതേപോലെ തന്നെ ഷർട്ടിലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ കണ്ട ആരായാലും ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് ബുക്കിലൊന്ന് വരച്ച് നോക്കാത്തവരുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രായത്തിൻ്റെ ഒരു വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്നതും അതേപോലെ തന്നെ ചെയ്തു നോക്കുവാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. See you with another video. Bye.